നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. വത്സൻ തില്ലങ്കേരിയും കെ.പി. ശശികലയും ഉൾപ്പെടെ 977 പേരെ വധിക്കാൻ പോപ്പുലർ ഫ്രണ്ട് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയെന്ന് എൻ.ഐ.എ. പട്ടികയിൽ ആലുവ സ്വദേശിയായ റിട്ടയർഡ് ജഡ്ജിയും. വിശദാംശങ്ങൾ കോടതിയിൽ സമർപ്പിച്ച് ദേശീയ അന്വേഷണ ഏജൻസി. ഔദ്യോഗിക പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കാനാവില്ലെന്ന് ഗവർണർക്ക് സർക്കാർ കത്ത് നൽകും. ഔദ്യോഗിക ചിഹ്നങ്ങളാണ് ഉപയോഗിക്കേണ്ടതെന്ന് മന്ത്രിസഭാ തീരുമാനം. കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ സ്വകാര്യ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം മാറ്റണമെന്ന് സർവകലാശാല രജിസ്ട്രാർ. സംഘാടകർക്കെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വയനാട് ചൂരൽമല പുന്നപ്പുഴയിൽ നീരൊഴുക്ക് ശക്തം. ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നു. മാങ്കുളത്ത് റോഡ് ഒലിച്ചുപോയി. ചരിത്രമെഴുതി ശുഭാംശു ശുക്ല. ബഹിരാകാശത്ത് ആക്സിയം 4 വിക്ഷേപണം വിജയം. 4 പേരുമായി സ്പേസ് എക്സ് ഡ്രാഗൺ കുതിച്ചത് ഉച്ചയ്ക്ക് 12:01. ബഹിരാകാശത്ത് നിന്ന് ആവേശാനുഭവം പങ്കുവെച്ച് ശുഭാംശു. പന്ത്രണ്ട് ദിവസത്തെ അശാന്തിക്ക് ശേഷം ഇസ്രയേലിലും ഇറാനിലും ആശ്വാസം. സമ്പൂർണ്ണ വെടിനിർത്തൽ തുടരുന്നു. ഇറാനിൽ അമേരിക്ക നടത്തിയ ആക്രമണം വിജയകരമല്ലെന്ന് US ഇന്റലിജൻസ് റിപ്പോർട്ട്. രഹസ്യരേഖ ചോർന്നതിൽ ഡൊണാൾഡ് ട്രംപിന് അതൃപ്തി. വാർത്തയിലേക്ക് വിശദമായി. കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ സ്വകാര്യ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് നാടകീയ രംഗങ്ങൾ. ചിത്രം മാറ്റണമെന്ന് രജിസ്ട്രാർ ആവശ്യപ്പെട്ടു. പരിപാടി മാറ്റിയാലും ചിത്രം മാറ്റില്ലെന്ന് സംഘാടകരായ ശ്രീ പത്മനാഭ സേവാ സമിതി വ്യക്തമാക്കി. സംഘാടകർക്കെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ രംഗത്തു വന്നു. സംഘാടകര് ഇവിടെ ഒരു പടം വെച്ചിട്ടുണ്ട്. ആ പടം ഇതിനകത്ത് നമ്മുടെ ഒരു നിയമപരമായോ മതപരമായോ രാഷ്ട്രീയമായോ മറ്റാചാരങ്ങളോ ചിഹ്നങ്ങളോ ഒന്നും തന്നെ ഈ സെനറ്റ് ഹാള് കൊടുക്കുമ്പോൾ പാടില്ല എന്നുള്ളതാണ് നമ്മൾ നിഷ്കർഷിക്കുന്നത്. എനിക്കറിയില്ല, അവരോട് പറഞ്ഞിട്ടുണ്ട്. അതില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതറിയില്ല, അവരോട് പറഞ്ഞിട്ടുണ്ട്. സർവകലാശാലയുടെ നിയമം അനുശാസിക്കുന്നില്ല. നിയമം അനുശാസിക്കാത്ത ഒരു കാര്യവുമായി എനിക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം തന്നെ അവരെ അറിയിച്ചു. അല്ല, നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ. അല്ല, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മതപരമായ ചിഹ്നങ്ങളോ ആചാരങ്ങളോ അതിന്റെ മാതൃകകളോ നിയമാവലി പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആയിക്കോട്ടെ. പി വി അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? പിന്മാറില്ല എന്ന സംഘാടകർ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ രജിസ്ട്രാർ എന്താണ് നിലപാട് എന്നത് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? സിൻഡിക്കേറ്റ് അത്തരമൊരു തീരുമാനമെടുത്തത് ഈ പരിപാടി നടത്തണമെങ്കിൽ ഭാരതാംബയുടെ പി വി അരുൺ വിവരങ്ങളുമായി അല്പസമയത്തിനകം തന്നെ ചേരും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ ഉയർന്നത്. കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ സ്വകാര്യ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചതിനെ തുടർന്നാണ് ഈ നാടകീയ സംഭവങ്ങളൊക്കെ അരങ്ങേറിയത്. ചിത്രം മാറ്റണമെന്ന് രജിസ്ട്രാർ ആവശ്യപ്പെട്ടു. പരിപാടി മാറ്റിയാലും ചിത്രം മാറ്റില്ല എന്നാണ് സംഘാടകരുടെ നിലപാട്. ശ്രീ പത്മനാഭ സേവാ സമിതിയാണ് സംഘാടകർക്കെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ രംഗത്തെത്തിയിട്ടുള്ള സാഹചര്യമാണുള്ളത്. അരുൺ, കേൾക്കാമോ ഇപ്പോൾ?
രേണുക, ഈ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ചേർന്നാണ് സർവകലാശാലയുടെ നിലപാട് സംഘാടകർ അറിയിച്ചത്. ഒന്നുകിൽ ഈ പരിപാടി മാറ്റിവെക്കണം, അതായത് ഈ ഭാരതാംബയുടെ എന്ന് പറഞ്ഞ ചിത്രം വെച്ച് നടത്താനാണ് തീരുമാനമെങ്കിൽ ആ പരിപാടി ഈ സെനറ്റ് ഹാളിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ അത് ഒഴിവാക്കി പരിപാടി നടത്തണം. ഇതാണ് സർവകലാശാലയുടെ നിലപാട്. രജിസ്ട്രാർ അത് സംഘാടകർ അറിയിച്ചു കഴിഞ്ഞു, പക്ഷെ അവർ ഇതുവരെ അത് മാറ്റാൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല, ഗവർണർ ഈ പരിപാടിയിലേക്ക് അല്പസമയത്തേക്ക് എത്തിച്ചേരുമെന്നും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അത് കൂടുതൽ സംഘർഷാത്മകമായ നിലയിലേക്ക് കാര്യങ്ങൾ പോകും. പുറത്ത് SFI പ്രവർത്തകരാണ് പ്രതിഷേധവുമായി ഉള്ളത്. SFI പ്രവർത്തകർ ഈ ഇത്തരം മതചിഹ്നങ്ങൾ ഇവിടെ അനുവദിക്കാനാകില്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പക്ഷേ ഒരു കാരണവശാലും ഇത് മാറ്റാൻ തയ്യാറല്ല എന്ന നിലപാടിൽ സംഘാടകരും ഉറച്ചു നിൽക്കുന്നു. നേരത്തെ ഈ പരിപാടിക്ക് ഹാൾ അനുവദിക്കുമ്പോൾ തന്നെ കൃത്യമായ വ്യവസ്ഥകൾ സർവകലാശാല മുന്നോട്ട് വച്ചിരുന്നത് വേണം മനസ്സിലാക്കാൻ. അതിൽ ഈ മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിനടക്കമുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്പസമയത്തിന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാം. ഏതായാലും ഈ ഒരു കാരണവശാലും പരിപാടി മാറ്റാൻ കഴിയില്ല നിലപാടിൽ സംഘാടകരും നടത്താൻ അനുവദിക്കുന്ന നിലപാട് സർവകലാശാല ഉറച്ചു നിൽക്കും. വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. കാരണം ഗവർണർ എത്തുന്ന പരിപാടിയാണ്. നേരത്തെ ഗവർണർക്ക് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായതുമാണ്. ഈ ഭാരതാംബ വിഷയത്തിന് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അത് കൂടുതൽ സംഘർഷാത്മകമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്ന സംശയം ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ ഒരു രീതിയിൽ ഇവിടെ പോലീസ് സന്നാഹം ഉള്ളത്. ഇപ്പോൾ ഈ സംഘാടകർക്ക് നൽകിയ അനുമതിയുടെ ഭാഗമായി നൽകിയ കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. സംഘാടകർ സർവകലാശാലയ്ക്ക് മുമ്പാകെ അപേക്ഷ നൽകുമ്പോൾ അതിൽ വളരെ കൃത്യമായി തന്നെ ഈ സെനറ്റ് ഹാൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, പരിപാടിക്ക് സെനറ്റ് ഹാൾ അനുവദിക്കുന്ന സർവകലാശാലയുടെ നിലവിലുള്ള നിബന്ധനകൾ കർശനമായി പാലിക്കണം. മതപരമായ പ്രസംഗങ്ങളോ പ്രഭാഷണങ്ങളോ ഒഴിവാക്കേണ്ടതും സർവകലാശാലയുടെ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രതിച്ഛായയ്ക്ക് ഹാനി വരുത്തുന്ന വിധത്തിൽ പരിപാടി സംഘടിപ്പിച്ചാൽ അടിയന്തരമായ അത്തരം മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് രജിസ്ട്രാർ ഈ സെക്രട്ടറി പത്മനാഭ സേവാ സമിതിയുടെ സെക്രട്ടറിക്ക് നൽകിയത്. 20-ാം തീയതിയാണ് ഈ ഒരു കത്ത് നൽകിയത്. കാരണം സ്വാഭാവികമായും ഇത്തരം പരിപാടിയാകുമ്പോൾ ഇത്തരം നിർദ്ദേശങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇത്തരം ഇടപെടൽ ഉണ്ടാകാമെന്ന സംശയം സർവകലാശാലയ്ക്ക് ഉണ്ടായി കാണും. അതുകൊണ്ടാണ് 20-ാം തീയതി തന്നെ ഇത്തരമൊരു നിർദ്ദേശം കത്തായി സംഘാടകർക്ക് നൽകിയത്. അത് മറികടന്നുകൊണ്ടാണ് ഇവിടെ പരിപാടി. സ്വാഭാവികമായും സർവകലാശാലയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ പരിപാടിയായത് സിൻഡിക്കേറ്റ് കാണാൻ കാരണം അതാണ്. അതുകൊണ്ടാണ് സർവകലാശാല നിർദ്ദേശിച്ചിട്ടും ഇത്തരം മതചിഹ്നങ്ങൾ ഒഴിവാക്കണമെന്ന് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടും അതിന് തയ്യാറാകാത്തത് കൊണ്ടാണ് ഇത്തരമൊരു സിൻഡിക്കേറ്റ് അടിയന്തര യോഗം ചേർന്ന് ഈ ഭാരതാംബയുടെ ചിത്രം എന്ന് പറയുന്ന ചിത്രം മാറ്റണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചത്. പക്ഷെ ഇതുവരെയും അത് അനുസരിക്കാൻ സംഘാടകർ തയ്യാറായിട്ടില്ല. സംഘാടകർ ഇപ്പോഴും ആ ചിത്രം വച്ചു തന്നെ പരിപാടി നടത്തുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ SFI പ്രവർത്തകർ ഇവിടെയുണ്ട്. SFI പ്രവർത്തകരുമായി പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിക്കുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിക്കുകയാണ്. കാരണം ഗവർണർക്ക് സുരക്ഷ ഒരുക്കേണ്ടതും പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അതിലേതെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ SFI നേതാക്കളുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത്. ഗവർണർക്കെതിരെ നേരത്തെയും പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഭാരതാംബ വിഷയത്തിൽ കടുത്ത എതിർ സംസ്ഥാന സർക്കാർ അറിയിച്ചതാണ്. ഇന്ന് സംസ്ഥാന മന്ത്രിസഭാ യോഗം തന്നെ ചേർന്ന് ഗവർണറോട് ഇത്തരം സർക്കാർ പരിപാടികളിലെ ഭാരതാംബ പോലുള്ള ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത്, അടയാളങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്ന ഗവർണർ രേഖാമൂലം അറിയിക്കാൻ മന്ത്രിസഭ തന്നെ തീരുമാനിച്ചതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ സർവകലാശാല ക്യാമ്പസിൽ സെനറ്റ് ഹാളിൽ ഇത്തരമൊരു ചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് തന്നെ RSSകാർ ഉപയോഗിക്കുമെന്ന് പറയുന്ന ആ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ച് തന്നെ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ പ്രതിഷേധമാണ് പുറത്ത് SFIയുടെ ഭാഗത്തും അതുപോലെ തന്നെ ഔദ്യോഗികമായി സർവകലാശാല സിൻഡിക്കേറ്റിന്റെ ഭാഗത്തും ഉണ്ടായത്. ആ സിൻഡിക്കേറ്റ് തീരുമാനമാണ് രജിസ്ട്രാർ സംഘാടകരെ അറിയിച്ചത്. പക്ഷെ അവർ ഇപ്പോഴും അത് മാറ്റാൻ തയ്യാറായിട്ടില്ല. ഗവർണർ ഇവിടെ എത്താൻ ഏതാനും മിനിറ്റുകൾക്കകം ഗവർണർ ഇവിടേക്ക് എത്തുമെന്ന് ഗവർണറുടെ ഓഫീസ് മേധാവികൾ ഇപ്പോഴും ബന്ധപ്പെട്ടു. അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുക തന്നെ ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അങ്ങനെ വന്നാൽ ഇവിടെ ഒരു പ്രതിഷേധമുണ്ടായാൽ അത് ഏതെങ്കിലും തരത്തിലുള്ള അക്രമത്തിലേക്ക് വഴിമാറിയാതെ കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. ഇപ്പോൾ തന്നെ സർക്കാർ ഗവർണർ ഏറ്റുമുട്ടൽ അതിന്റെ പാരമ്യത്തിലാണ്. ആ സാഹചര്യത്തിൽ കൂടിയാകാം ഒരുപക്ഷെ ഇപ്പോൾ ഈ ഒരു സമവായ നീക്കവുമായി പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത്. അരുൺ, ഗവർണർ എത്താൻ പുറപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഗവർണർ പങ്കെടുക്കേണ്ടുന്ന ഒരു പരിപാടി അവസാന നിമിഷം അലങ്കോലപ്പെടുകയോ അവിടെ നിന്ന് മാറ്റുകയോ ഒക്കെ ചെയ്താൽ അത് വലിയ രീതിയിലുള്ള പ്രോട്ടോകോൾ ലംഘനവും നിയമപ്രശ്നങ്ങളിലേക്കുമൊക്കെ എത്തിക്കുമോ? അത് സംഘാടകർക്ക് പരിപാടി ഉപേക്ഷിച്ച് പോകാൻ കഴിയാത്തൊരു സാഹചര്യം അതുകൊണ്ടാണോ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെടും എന്നതൊരു വലിയ ആശങ്കയായി നിൽക്കുകയാണോ?
SFIയുടെ നിലപാടാണ് അവർ ഇവിടെ നേതാക്കൾ ഇപ്പോൾ പോലീസിനോട് സംസാരിക്കുന്നത്. അവിടെ SFI പ്രവർത്തകരും പോലീസും തമ്മിൽ ആശയവിനിമയങ്ങൾ നടത്തുകയാണ്. പ്രശ്ന പരിഹാരത്തിനുള്ള സാധ്യതകൾ തേടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഗവർണർ പങ്കെടുക്കില്ല എന്നുള്ളതാണ് രജിസ്ട്രാർ. അത് അറിയില്ല, അത് ഒഫീഷ്യൽ കാര്യമാണ്. ഞങ്ങളുടെ അറിവിൽ വന്നിട്ടുള്ളത് ഗവർണർ പങ്കെടുക്കുന്നില്ല. അതോടൊപ്പം ഗവർണർ പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഇപ്പം ആ പരിപാടി തന്നെ ഡിസോൾവ് ചെയ്യണം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. സർവകലാശാലയുടെ ആവശ്യമല്ലേ, അവർ അതിന് തയ്യാറായിട്ടുണ്ട്, സംഘാടകർ തയ്യാറായിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നുള്ള അത് സംഘാടകരാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്. എന്നിരുന്നാലും അല്ലല്ല, അതിനകത്തൊരു തീരുമാനമാണല്ലോ. ഞങ്ങൾ പിന്തിരിയാന്ന് വെച്ചാൽ ഗവർണർ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രതിഷേധം അറിയിക്കാനായിരുന്നു വന്നത്. സ്വാഭാവികമായിട്ടും ഗവർണർ അതിൽ നിന്ന് പിന്മാറി, നല്ലത് തന്നെ. എന്നാൽ ആ പരിപാടി തുടരാനാണ് അവരിപ്പോൾ ആലോചിക്കുന്നതെന്ന് തോന്നുന്നു. അത് ശരി, പങ്കെടുക്കില്ലെന്ന് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ഗവർണർ പങ്കെടുക്കുന്നില്ല എന്നാണ് അറിയുന്നത്. ഇതുവരെ അങ്ങനെയാണ് അറിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് എന്നുള്ളത് ഗവർണർ. എന്നിരുന്നാലും ഈ നിലയിൽ ഈ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും പൊതുവിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥിതി അവസാനിപ്പിക്കുന്നതാണ് സംഘപരിവാറിന് നല്ലത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പല വിധത്തിൽ അതിന്റെ പല രൂപങ്ങൾ കണ്ടു. പലരും പല സമരങ്ങളൊക്കെ അതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. എന്നിരുന്നാലും ഈ നിലയിൽ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ശക്തമായിട്ടുള്ള രീതിയിൽ ഞങ്ങളും പ്രതികരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെയും ഇത്തരത്തിലൊരു ചിത്രം വേണമെന്നുള്ള നിർബന്ധം ഒരു പ്രോട്ടോകോൾ പോലെ ഇവർ പിന്തുടർന്നു കൊണ്ടുപോകുന്നത് ശരിയല്ല. അല്ല, അവരെവിടെ പരിപാടി വെക്കണമെന്നൊക്കെ അവർ തീരുമാനിക്കാം, അത് വേറെ. പക്ഷെ അതിൽ ഉൾക്കൊള്ളുന്ന അതിന്റെ രീതികൾ ഇതൊരു പൊതുസ്ഥലമാണ്. ആ പൊതുസ്ഥലത്ത് പ്രത്യേകിച്ച് ഗവർണർ ഭരണഘടനാ സ്ഥാപനത്തിൽ നിന്നുള്ള ഒരാൾ പങ്കെടുക്കുന്നു, വിദ്യാർത്ഥികൾ കൂടി വിദ്യാർത്ഥികളുടെ കൂടി ഒരു സ്ഥലമാണ് സർവകലാശാല, വിദ്യാർത്ഥികളുടേതാണ്. അപ്പൊ അവിടെ ഉൾപ്പെടെ ഇങ്ങനെയുള്ള ഒരു സ്ഥിതി ഉണ്ടാവുന്നത് ശരിയല്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു മതപരമായിട്ടുള്ള ഒരു ചിഹ്നം ഇങ്ങനൊരു പൊതുസ്ഥാപനം പ്രത്യേകിച്ച് ഒരു സർവകലാശാല സെനറ്റ് ഹാളിൽ പ്രദർശിപ്പിക്കുന്നു, അതിലൊരു നിയമവിരുദ്ധത തീർച്ചയായും ഉണ്ട്. യൂണിവേഴ്സിറ്റി ഇതിൽ ഇടപെട്ട് ഇതിൽ പാടില്ല എന്ന് പറയേണ്ടതല്ല, അത് പറയാത്തത് തെറ്റല്ലേ? ഇപ്പൊ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരിക്കുന്ന ആൾ ഒന്നാം തരം സംഖ്യയായ പിന്നെന്ത് ചെയ്യും? മോഹൻ കുന്നുമൽ എന്ന് പറഞ്ഞ മാന്യൻ ഇതൊക്കെ അനുവദിക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യും? അതാണ് പ്രശ്നം. അതാണ് ഞങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ കസ്റ്റോഡിയൻ രജിസ്ട്രാർക്ക് സ്വാഭാവികമായി ഒരു അപേക്ഷ കിട്ടുമ്പോൾ പരിശോധിക്കേണ്ടതായിരുന്നില്ലേ? നമ്മുടെ സർവകലാശാലകളിൽ ഇപ്പോഴത്തെ സ്ഥിതി ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണം ഒരു ഉദാഹരണം അങ്ങോട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ചില ഡിപ്പാർട്ട്മെന്റുകളിൽ പ്രത്യേകിച്ച് രജിസ്ട്രാറുടെ ടേബിളിലൊക്കെ ഇരിക്കുന്ന ഫയല് കോൾ ചെയ്യാണ് VC സ്വന്തം അധികാരം ഉപയോഗിച്ച്. ഈ അധികാരമൊക്കെ ഉണ്ട് VCക്ക്, അത് വ്യവസ്ഥായപ്പെട്ടതാണ്. പക്ഷെ അതൊരു പരസ്പര ബഹുമാനത്തിലാണ് ഇത്രയും കാലം കേരളത്തിൽ പോയിരുന്നത്. പക്ഷെ ഇപ്പൊ അത് ഈ പറഞ്ഞതുപോലെ സംഘപരിവാറിന്റെ താല്പര്യമുള്ള VC ആ നിലയിൽ ആ കോൾ ചെയ്യാണ് ഫയലുകൾ. അപ്പൊ ഇത് ആരാ അനുഭവിച്ചതെന്നുള്ളത് പരിശോധിച്ച് പറയേണ്ടതാണ്. ചിലപ്പോൾ VC തന്നെ ആയിരിക്കാം. അപ്പൊ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ മോഹൻ കുന്നുമൽ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെയാണ് ഇതിനൊക്കെ കാരണക്കാരൻ. സ്വാഭാവികമായിട്ടും ആ നിലയിൽ പോകുന്നത്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത് ഇതാണ്. ശക്തമായി തന്നെ അതിനെതിരെ നിലവിൽ ഞങ്ങൾ നിലകൊള്ളും. ഇപ്പോൾ ഗവർണറും പിന്മാറിയിട്ടുള്ളത് അതിന്റെ ഭാഗമായി തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പരിപാടി ഇവിടെ നടത്താൻ തന്നെയാണ് തീരുമാനമെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു? ഞങ്ങളത് സ്വാഭാവികം പറഞ്ഞല്ലോ, ഗവർണർ പങ്കെടുക്കുന്നില്ല, സെനറ്റ് ഹാളാണ്. അങ്ങനെ ഒരു നിലയുണ്ടെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഇതാണ് SFIയുടെ നിലപാട്. ഗവർണർ പങ്കെടുക്കുന്നില്ല എന്ന അറിയിപ്പാണ് ഇപ്പോൾ ഇവിടെ ലഭിച്ചിട്ടുള്ളത്. അത് പോലീസിൽ നിന്നും ആ സ്ഥിരീകരണം വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഗവർണർ പങ്കെടുക്കാതെയും ഈ പരിപാടിയുമായി മുന്നോട്ട് പോയാൽ വീണ്ടും പ്രതിഷേധമുണ്ടാകുമെന്ന സൂചനയാണ് SFI നൽകുന്നത്. ഏതായാലും ഗവർണർ ഇവിടെ എത്താത്തതുകൊണ്ട് തന്നെ അത്തരമൊരു കാര്യമായ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ ഇടയില്ല. പക്ഷേ ഈ പരിപാടി നടത്തിയാൽ അത് തടയുമെന്ന നിലപാടിൽ SFI ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും എന്താണ് ഇനി സംഘാടകരുടെ തീരുമാനമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സംഘാടകർ ഇപ്പോഴും ഇത് നടത്തും എന്ന ഒരു നിലപാടിൽ തന്നെയാണുള്ളത്. അങ്ങനെയെങ്കിൽ അത് ഏത് രീതിയിലാകും ഈ SFI ഇതിനെ നേരിടാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇവിടെ SFI പ്രവർത്തകർ അവിടേക്ക് പരിപാടി ഹാളിലേക്ക് നീങ്ങാൻ പോകുന്നു. അവരെ പക്ഷേ പോലീസ് തടയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. SFI പ്രവർത്തകരെ ഇവിടെ നിന്ന് പോലീസ് കസ്റ്റഡി നീക്കാനാകും ശ്രമം. അതായത് SFI പ്രവർത്തകരുമായി ഇപ്പോൾ ഉന്തും തള്ളും ഉണ്ടാവുകയാണ്.
പരിപാടിയിലേക്ക് കടക്കാൻ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള SFIയുടെ ശ്രമമായിരുന്നു. പക്ഷേ പോലീസ് ഇപ്പോൾ പ്രവർത്തകരെ തടയാൻ ശ്രമിക്കുകയാണ്. അവിടേക്ക് പോകാൻ കഴിയുന്ന നിലപാടിലേക്ക് പോലീസ് എത്തുന്നു. പരിപാടി തടസ്സപ്പെടുത്താൻ കഴിയുന്ന നിലപാടിലേക്ക് പോലീസ് എത്തുന്നു. ഗവർണർ എത്തില്ലെങ്കിൽ പോലും പരിപാടിയുടെ നടത്തിപ്പിന് വേണ്ടിയുള്ള ഇടപെടൽ പോലീസ് ഭാഗത്തുനിന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ SFI പ്രവർത്തകർ ഇവിടെ നിന്ന് കസ്റ്റഡി എടുത്തിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. പോലീസ് നേരിയ ഉന്തും തള്ളുമുണ്ട്, നേരിയ സംഘർഷമുണ്ട്. പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്ന് നീക്കം ചെയ്യാൻ ശ്രമിക്കുകയാണ്. ശക്തമായ പിടിവലി SFI പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റാൻ പോലീസ് ശ്രമിക്കുന്നതിന്റെ ഭാഗമായുള്ള സംഘർഷമാണിത്. പോലീസ് പ്രവർത്തകരുമായി ശക്തമായ ഉന്തും തള്ളുമുണ്ടാകുന്നു. സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഒരു പോലീസ് നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന സൂചനയാണ് ഇപ്പോൾ കാണുന്നത്. അതിശക്തമായ പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്ത്. പോലീസ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിരുന്തും തള്ളിലേക്കുമായി കാര്യങ്ങൾ നീങ്ങുകയാണ്. പോലീസിനെ പ്രവർത്തകരുമായി ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിശക്തമായ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള പോലീസ് ശ്രമം പാളുകയാണ്. കൂടുതൽ പോലീസുകാർ അവിടേക്ക് എത്തുന്നു. പ്രവർത്തകരുമായി ഉന്തും തള്ളും ഒരു ലാത്തിച്ചാർജിന്റെ വക്കോളം എത്തുന്നു. സംഘർഷം സർവകലാശാല ആസ്ഥാനത്ത് പോലീസും SFI പ്രവർത്തകരുമായുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിശക്തമായ പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്നു. ഗവർണർ പിന്തിരിഞ്ഞെങ്കിലും ഒരു കാരണവശാലും ഈ പരിപാടി നടത്താൻ അനുവദിക്കുന്ന നിലപാടിലാണ് പ്രവർത്തകർ, SFI പ്രവർത്തകരുള്ളത്. അതാണ് ഇത്തരം സംഘർഷാത്മകമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചു. ഒരു കാരണവശാലും ഈ പരിപാടി തടസ്സപ്പെടുത്താൻ അനുവദിക്കില്ല, അവിടേക്ക് പോകാൻ അനുവദിക്കുന്ന നിലപാടാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായത്. അതിന്റെ ഭാഗമായുള്ള സംഘർഷമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഏതാനും പ്രവർത്തകർ ഇതിനകം പോലീസ് കസ്റ്റഡി എടുത്ത് വാനിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെയും ഈ രീതിയിലുള്ള തീർച്ചയായും അരുൺ ഇപ്പോൾ ആ ഹാളിനുള്ളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറുന്നുണ്ട്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പോലീസ് പ്രവർത്തകരെ ലാത്തി ഉപയോഗിച്ച് തല്ലുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാമായിരുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ ഹാളിനുള്ളിൽ നടക്കുന്നു. ഇപ്പോൾ അവിടെ ABVP പ്രവർത്തകരും SFI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്ന വിവരം ലഭിക്കുന്നു. അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അത് പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിക്കുന്നു. അപ്പോൾ പോലീസുമായും ഉന്തും തള്ളും അവനുള്ളിൽ നടക്കുന്നു എന്നതാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അകത്തും പുറത്തും കേരള സർവകലാശാല സെനറ്റ് ഹാളിന് അകത്തും പുറത്തും ഇപ്പോൾ പ്രശ്നം നടക്കുകയാണ്. പുറത്ത് SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിക്കുമ്പോൾ പ്രവർത്തകർ അത് പ്രതിരോധിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത് വാക്കേറ്റത്തിലേക്ക് എത്തുന്നു. സെനറ്റ് ഹാളിനുള്ളിൽ ABVP പ്രവർത്തകരും മറ്റ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്ന വിവരമാണ് വരുന്നത്. SFI പ്രവർത്തകരും ABVP പ്രവർത്തകരും തമ്മിൽ BJP പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ട് എന്ന വിവരം വരുന്നു. എന്തായാലും ഇതിന്റെ സംഘാടകരും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഹാളിനുള്ളിലാണ് കൂടുതൽ സംഘർഷഭരിതമായ അന്തരീക്ഷം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ഈ സംഘാടകരും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും ഏറ്റുമുട്ടുന്നു. പോലീസ് അത് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് മനസ്സിലാകുന്നു. പുറത്ത് SFI പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് പോലീസ് വാഹനത്തിനുള്ളിലേക്ക് കയറ്റുന്നതുമാണ് നമ്മൾ കാണുന്നത്. അരുൺ, കൂടുതൽ സംഘർഷം ഹാളിനുള്ളിലേക്ക് പടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് പോലീസ് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. സംഘാടകരുമായാണോ അവിടെ ഏറ്റുമുട്ടൽ? അരുണിലേക്ക് വരാം. എന്തായാലും നേരിയ ഒരു അയവ് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അവിടെ നിന്ന് പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ നീക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാതിരിക്കാനുള്ള ജാഗ്രത പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. അപ്പോഴും സെനറ്റ് ഹാളിലെ പരിപാടി റദ്ദാക്കിയിട്ടുണ്ട് എന്ന വിവരം വരുന്നുണ്ട്. പരിപാടി റദ്ദാക്കിയിട്ടുണ്ട് എന്ന വിവരം വരുന്നുണ്ട്. അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്ത സാഹചര്യത്തിൽ അകത്തും പുറത്തും സെനറ്റ് ഹാളിനകത്തും പുറത്തും സംഘർഷം എന്ന സാഹചര്യത്തിൽ പരിപാടി റദ്ദാക്കി എന്ന വിവരമാണ് വരുന്നത്. ഔദ്യോഗികമായി അത് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ പുറത്ത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനുള്ള ഇടപെടലാണ് അവിടെ പോലീസ് നടത്തുന്നത്. വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ സ്വകാര്യ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ്.
തന്നെയാണ് സംഘർഷത്തിലെത്തി നിൽക്കുന്നത്. നാടകീയ രംഗങ്ങൾക്ക് കഴിഞ്ഞ കുറെ നേരമായി അവിടെ വേദിയായിരുന്നു. അത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സംഘർഷത്തിലെത്തി നിൽക്കുകയാണ്. ഭാരതാംബയുടെ ചിത്രം മാറ്റണമെന്ന് രജിസ്ട്രാർ ആവശ്യപ്പെട്ടു. അത് സംഘാടകർ അനുവദിക്കാത്തതിനെ തുടർന്ന്, അല്ലെങ്കിൽ സംഘാടകർ അതിന് വഴങ്ങാത്തതിനെ തുടർന്നാണ് ഈ രീതിയിലുള്ള സംഘർഷം അവിടെ ഉടലെടുത്തത്. നമുക്ക് BJP നേതാക്കളെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. വലിയ രീതിയിലൊരു സംഘർഷത്തിലേക്ക് പോകാതിരിക്കാൻ നേതാക്കളും ഇടപെടുന്നുണ്ട്. പോലീസും ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഉള്ള പരിപാടിയിൽ ഗവർണർ എത്താനിരിക്കുന്ന പരിപാടിയാണ്. ഗവർണർ എത്തുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഗവർണർ ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അതേസമയം തന്നെ ആ പരിപാടി അവിടെ തുടരാനുള്ള തീരുമാനം വലിയ സംഘർഷത്തിലേക്ക് വഴിവെക്കുകയുമായിരുന്നു. ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി അനുവദിക്കില്ല എന്നതായിരുന്നു SFI എടുത്ത നിലപാട്. അത് സർവകലാശാല ചട്ടങ്ങളുടെ ലംഘനമാണ്. അവർക്ക് പരിപാടി അവതരിപ്പിക്കുമ്പോൾ കൊടുത്തിട്ടുള്ള കരാറുകളുടെ അതിന്റെയും ലംഘനമാണ് എന്നത് ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് ഒരു പൊതുസ്ഥലമാണ്, അവിടെ അങ്ങനെ ഒരു കീഴ്വഴക്കം അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാട് വിദ്യാർത്ഥി സംഘടനകൾ സ്വീകരിക്കുകയായിരുന്നു. VV അരുൺ ഇപ്പോൾ ചേരുന്നുണ്ട്. അരുൺ, സർവകലാശാല സെനറ്റ് ഹാളിനകത്തും പുറത്തും സംഘർഷം എന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ അതിന് അയവ് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. പരിപാടി റദ്ദാക്കിയതായുള്ള വിവരമുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? സർവകലാശാല ആസ്ഥാനത്ത് പുറത്തും അതുപോലെ അകത്തും സംഘർഷമുണ്ട്. ഇപ്പോൾ കൂടുതൽ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഗവർണർ വന്നേക്കുമെന്ന സൂചനകൾ കൂടി വീണ്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും സർവകലാശാലയുടെ പ്രധാനപ്പെട്ട കവാടം SFI പ്രവർത്തകർ കവാടത്തിന് മുന്നിൽ SFIയുടെ പ്രതിഷേധം പോവുകയാണ്. അവർ ഉപരോധം തുടരുകയാണ്. പോലീസ് സന്നാഹമുണ്ട്. ഗവർണർ ഇതിനിടയിലൂടെ ഇവിടെ എത്തുമോ എന്ന സാഹചര്യം കൂടി ഇപ്പോൾ വീണ്ടും വരുന്ന ഒരുപക്ഷെ ഗവർണർ എത്തിയേക്കുമെന്ന സൂചനയുണ്ട്. നേരത്തെ തന്നെ സർവകലാശാല ആസ്ഥാനത്ത് ഗവർണർ എത്തുമെന്ന് തന്നെയാണ് ഇറങ്ങി നമുക്ക് ലഭിക്കുന്ന സൂചന. അല്പസമയത്തും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഇവിടേക്ക് എത്തും. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി സംഘർഷാത്മകമാകാൻ ഇടയുണ്ട്. ഗവർണർക്ക് വഴിയൊരുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി ഗവർണർ അർലേക്കർ രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവർത്തകരുടെ പങ്കാളിത്തമുണ്ട്. ഗവർണർ വരേണ്ട വഴി ഇതാണ്. സാധാരണഗതിയിൽ മറ്റേതെങ്കിലും വഴികൾ വരുമോ എന്ന് കണ്ടറിയണം. ഏതായാലും ഇതാണ് സർവകലാശാലയുടെ പ്രധാന കവാടം. മുൻവശം ഇതുവഴിയാണ് സാധാരണഗതിയിൽ അകത്തേക്ക് വരേണ്ടത്. പുറമേയുള്ള വാതിലുമുണ്ട്. ഗവർണർ ഏതായാലും ഇതുവഴി കടന്നു വരുമോ എന്നാണ് അറിയേണ്ടത്. അങ്ങനെ വരികയാണെങ്കിൽ ഇതിന് തൊട്ട് പിൻവശം ഏതാണ്ട് 10 മീറ്ററുകൾക്കപ്പുറത്താണ് SFI പ്രവർത്തകർ സംഘടിച്ചിരിക്കുന്നത്. ഇവിടെയാണ് പോലീസ് അവരെ തടഞ്ഞിരിക്കുന്നത്. ഈ ഭാഗത്താണ് പോലീസ് പ്രവർത്തകരെ തടഞ്ഞിരിക്കുന്നത്. ഇത് മറികടന്ന് വേണം ഗവർണർക്ക് മുന്നോട്ട് പോകാൻ. കൂടുതൽ പ്രവർത്തകർ ഇതിന്റെ മറ്റു ഭാഗങ്ങളിലും സംഘടിച്ചെത്തുന്നുണ്ട്. എല്ലാ വഴികളും ഉപരോധിക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തുണ്ട്. നേരത്തെ വളരെ കുറച്ച് പ്രവർത്തകർ മാത്രമായിരുന്നുവെങ്കിൽ കൂടുതൽ SFI പ്രവർത്തകർ ഇവിടേക്ക് എത്തുകയാണ്. ഈ പ്രതിഷേധത്തിനിടയിലൂടെ വേണം ഗവർണർക്ക് സെനറ്റ് ഹാളിനുള്ളിലേക്ക് പോകാൻ. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കൂടുതൽ പ്രവർത്തകർ സംഘടിച്ച് ഈ പ്രധാന കവാടത്തിൽ ഇപ്പോൾ KSU പ്രവർത്തകർ ഇവിടേക്ക് എത്തുകയാണ്. പ്രതിഷേധവുമായി KSU കൂടി എത്തുന്നു. KSUവിന്റെ കൂടി രംഗപ്രവേശം ഈ പ്രതിഷേധത്തിലുണ്ടാകുന്നു. ഗവർണറെ തടയാൻ KSU എത്തുന്നു. SFIയും KSUവും ഇനി ഒരുമിച്ച് ഒരു വിഷയത്തിൽ സമരം ചെയ്യാൻ എത്തുകയാണ്. ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി ഗോ ബാക്ക് മുദ്രാവാക്യങ്ങളുമായി KSU പ്രവർത്തകർ കൂടി എത്തുന്നു. അത്യന്തം സംഘർഷാത്മകമായ അന്തരീക്ഷത്തിലേക്ക് കേരള സർവകലാശാല ആസ്ഥാനം മാറുന്നു. KSU പ്രവർത്തകർ പ്രതിഷേധവുമായി പോവുകയാണ്. ചില പ്രവർത്തകർക്ക് നേരത്തെ പരിക്കേറ്റ സൂചനയുടെ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ABP പ്രവർത്തകർ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ മർദ്ദിച്ചുവെന്ന ആരോപണവും പുറത്തു വരുന്നു. ഈ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ KSUവിന്റെ പ്രതിഷേധം. പ്രധാന കവാടത്തിന് മുന്നിൽ കിടന്ന് KSU പ്രതിഷേധിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് ഗോപുവിന്റെ നേതൃത്വത്തിലാണ് KSUവിന്റെ പ്രതിഷേധം. ABP പ്രവർത്തകർ മർദ്ദിച്ചുവെന്ന ആരോപണവും KSU ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും KSU പ്രവർത്തകരെ കസ്റ്റഡിയിലേക്ക് ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രവർത്തകർ മാത്രമാണ് KSUവിന്റെ ഭാഗത്ത് ഉള്ളത്. അവരെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. ഗവർണർ ഇവിടേക്ക് എത്തുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഇവിടേക്ക് എത്തുന്നു. അദ്ദേഹം വരുന്ന ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിശക്തമായ പോലീസ് സുരക്ഷ. അതിനിടയിലൂടെ ഗവർണർ വിശ്വനാഥ് അർലേക്കർ സർവകലാശാല ആസ്ഥാനത്ത് സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ എത്തുന്ന ദൃശ്യങ്ങളാണ് കാണാൻ
ഗവർണർ ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഗവർണറും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു. ഇത്രയധികം സംഘർഷം അവിടെ നടക്കുന്നു, വലിയ പ്രതിഷേധം നടക്കുന്നു. പക്ഷേ ഭാരതാംബയുടെ ചിത്രം വെച്ച പരിപാടിയിൽ പങ്കെടുക്കുമെന്ന നിലപാട് ഗവർണറും എടുക്കുന്നു. മന്ത്രിസഭാ യോഗത്തിൽ ഇന്ന് ഈ വിഷയത്തിൽ ഗവർണർക്ക് കത്തെഴുതാൻ പ്രതിഷേധം അറിയിക്കാൻ തീരുമാനമെടുത്തിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗവർണറും ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ സർവകലാശാലയിൽ വലിയ രീതിയിൽ സർവകലാശാലയ്ക്ക് സെനറ്റ് ഹാളിനകത്തും പുറത്തും സംഘർഷം നടക്കുമ്പോൾ ഗവർണർ വലിയ സുരക്ഷയിൽ ആ പരിപാടിയിൽ പങ്കെടുക്കാനായി അവിടേക്ക് എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് മൂർച്ഛിക്കുന്നു. അത് പൊതു ഇടത്തിലേക്ക് എത്തുന്നു. വിദ്യാർത്ഥി സംഘടനകൾ അതിരൂക്ഷമായ പ്രതികരണങ്ങൾ അതിൽ നടത്തുന്നു, പ്രതിഷേധം നടത്തുന്നു. അത് വളരെ പബ്ലിക്കായുള്ള ഏറ്റുമുട്ടലിലേക്ക് മാറുന്നു. അപ്പോഴും ഗവർണർ വിട്ടുവീഴ്ചയ്ക്കില്ല. ഗവർണർ ആ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തുന്നു. നേരത്തെ അല്പം മുൻപ് ഗവർണർ പങ്കെടുക്കില്ല എന്ന സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ തീരുമാനം മാറ്റിയിരിക്കുന്നു. സംഘർഷം അകത്തും പുറത്തും നടക്കുമ്പോൾ അവിടേക്ക് വലിയ സുരക്ഷയിൽ ഗവർണർ എത്തുകയാണ്. ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം സുഗമമായി തന്നെ നിശ്ചയിച്ച പ്രകാരം തന്നെ പരിപാടി നടത്തുന്നതിനായി ഗവർണർ അവിടെ എത്തിയിരിക്കുന്നു. സംഘാടകർ പിന്മാറുന്നില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. രജിസ്ട്രാർ എതിർപ്പ് അറിയിച്ചിട്ടും സംഘാടകർ പിന്മാറുന്നുണ്ടായിരുന്നില്ല. വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം അകത്തും പുറത്തും നടക്കുമ്പോഴും സംഘാടകർ പിന്മാറിയിരുന്നില്ല. ഇപ്പോൾ ഗവർണർ ആ പരിപാടിയിലേക്ക് എത്തുന്നു. വലിയ സുരക്ഷയിൽ ഗവർണർ ആ പരിപാടി നടക്കുന്ന ഹാളിലേക്ക്, സെനറ്റ് ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ്. സർവകലാശാലയ്ക്ക് പുറത്ത് ഇപ്പോഴും വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ്. വിദ്യാർത്ഥി സംഘടനകൾ പിന്മാറുന്നില്ല. അവർ അതിശക്തമായ പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തുന്നു. അപ്പോഴും ഗവർണർ പിന്മാറുന്നില്ല. ഗവർണർ പരിപാടി നടക്കുന്ന ഇടത്തേക്ക് ഹാളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പോലീസ് വിദ്യാർത്ഥി സംഘടന പ്രവർത്തകരെ ലക്ഷ്യമിടുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ഗവർണർ പരിപാടിയിൽ പങ്കെടുക്കാൻ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആ സെനറ്റ് ഹാളിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒപ്പം കേരളത്തിന്റെ അഭിമാനമായ ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർജിയെ ഈ വേദിയിലേക്ക് അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യും. പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. ദയവായി എല്ലാവരും അവരവരുടെ ഇരിപ്പിടത്തിൽ ഇരിക്കണമെന്ന് വിനയപരിസരം അഭ്യർത്ഥിക്കുന്നു. പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരും ദയവായി എഴുന്നേറ്റ് നിൽക്കണം. ദേശീയ ഗാനം ഭാരതമാതാവിന്റെ തൃപ്പാദങ്ങളിൽ ചങ്ങലക്കെട്ടിട്ട് ബന്ധിച്ച് കുടുംബാധിപത്യം നടത്തിയ ആ ഇരുണ്ട കാലഘട്ടം, അടിയന്തരാവസ്ഥക്കെതിരെ തെരുവിലിറങ്ങിയ ആദർശ ധീരന്മാരെ സ്മരിച്ചുകൊണ്ട് ഈ ചടങ്ങിന് ഔപചാരികമായ തുടക്കം കുറിക്കാൻ വേണ്ടി
ദീപം തെളിയിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ അഭിമാനമായ ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലൈനർജി ഒപ്പം മറ്റൊരു ശിഷ്ട വ്യക്തിത്വങ്ങളെ ഞങ്ങൾ സവിനയം സ്വാഗതം ചെയ്യുന്നു. ഭാരതമാതാവിന്റെ തൃപ്പാദങ്ങളിൽ ചങ്ങലക്കെട്ടിട്ട് ബന്ധിച്ച കുടുംബാധിപത്യം നടത്തിയ ആ ഇരുണ്ട കാലഘട്ടത്തിനെതിരെ, അടിയന്തരാവസ്ഥക്കെതിരെ തെരുവിലിറങ്ങിയ ആദർശ ധീരന്മാരെ സ്മരിച്ചുകൊണ്ട് കേവലം ഒരു പുസ്തക പ്രകാശനം എന്നതിലുപരി വീറും കൂറും കൈവെടിയാത്ത ഒരു തലമുറയുടെ പോരാട്ട വീര്യമാണ് ഇന്ന് ഈ ചടങ്ങിലൂടെ, ഈ പുസ്തക പ്രകാശനത്തിലൂടെ പുതുതലമുറയ്ക്ക് നൽകുന്ന ധീര സന്ദേശം. ആമുഖ ഭാഷണത്തിനായി ശ്രീ പി ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തെ സവിനയം സ്വാഗതം ചെയ്യും. ബഹുമാനപ്പെട്ട കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അവരുടെ സംഘത്തിന്റെ മുതിർന്ന പ്രചാരകൻ വിശ്വബാബാജി, കാബാജി, രവികുമാർജി, ഗിരീഷ് ജി, കൃഷ്ണകുമാർജി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പരിപാടികൾ അവിടെ നടക്കുകയാണ്. ഗവർണർ പ്രസന്നവദനായി ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം ഗവർണർ അവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രമാണ് സെനറ്റ് ഹാളിൽ പ്രദർശിപ്പിച്ചിരുന്നത്. അതിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ആ പരിപാടികൾ തുടങ്ങുന്നത്. ഗവർണർ അവിടെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അദ്ദേഹം പുറത്തു നടക്കുന്ന സംഘർഷങ്ങളോ പ്രതിഷേധങ്ങളോ യാതൊരു തരത്തിലും ആ പരിപാടിയെ ബാധിക്കുന്നില്ല, ഗവർണറെ ബാധിക്കുന്നില്ല. അദ്ദേഹം അടുത്തുള്ള അതിഥികളുമായൊക്കെ ആശയവിനിമയങ്ങൾ നടത്തുന്നുണ്ട്. നമുക്ക് പുറത്തെ കാഴ്ചകൾ നമുക്ക് സ്ക്രീനിൽ ഒരു ഭാഗത്ത് കാണാം. അല്പം മുൻപ് അവിടെ നടന്ന സംഘർഷമാണ്. ഗവർണർ എത്തുന്നതിന് അല്പം മുമ്പ് വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ അവിടെ പോലീസുമായി ഏറ്റുമുട്ടിയതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. പോലീസ് വളരെ പണിപ്പെട്ടാണ് പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കിയത്. എന്തായാലും പരിപാടി നടത്താൻ അനുവദിക്കില്ല എന്നതായിരുന്നു SFI നിലപാടെങ്കിൽ ഇപ്പോൾ പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കിയിരിക്കുന്നു. പരിപാടി തുടങ്ങിയിരിക്കുന്നു. രജിസ്ട്രാറുടെ എതിർപ്പ് വെറും വാക്കായി മാറിയിരിക്കുന്നു. അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ സർവകലാശാല സെനറ്റ് ഹാളിൽ പരിപാടി നടക്കുന്നത്. നേരത്തെ സംഘാടകർക്ക് നൽകിയിരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാതെ നടക്കുന്ന പരിപാടിയാണ് എന്നത് കൂടി ഓർക്കണം. സർക്കാർ ഈ വിഷയത്തിൽ ഗവർണറെ അതൃപ്തി അറിയിക്കാൻ തീരുമാനിച്ച ദിവസം തന്നെയാണ് ഇങ്ങനെ ഒരു പരിപാടി അവിടെ നടക്കുന്നത്. അതും വലിയ രീതിയിൽ പോലീസും പ്രവർത്തകരും ഒക്കെ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിയതിനു ശേഷവും BV അരുൺ വീണ്ടും നമുക്കൊപ്പം ചേരുന്നു. അരുൺ, വളരെ സുഗമമായ പരിപാടി അവിടെ നടക്കുന്നുണ്ട്. ഗവർണർ അതിൽ പങ്കെടുക്കുന്നു. ഗവർണർ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം വേദിയിൽ ഇരിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറത്തെല്ലാം ശാന്തമായോ? പ്രവർത്തകരെ എല്ലാം അവിടെ നിന്ന് നീക്കിയോ? പ്രവർത്തകരെ പൂർണ്ണമായും നീക്കിയിട്ടില്ല. ഏതായാലും ഈ ഹാളിന്റെ ഉൾവശത്ത് കാര്യങ്ങൾ സമാധാനപരമാണ്. RSS സംഘപരിവാർ അല്ലെങ്കിൽ BJP അനുകൂല പ്രവർത്തകരാണ് തന്നെയാണ് ഇവിടെ കൂടുതലുള്ളത്. അവർ മുദ്രാവാക്യം വിളിച്ച് ഭാരതമാതാവിനും അതുപോലെ തന്നെ വന്ദേ മാതരമൊക്കെ വിളിച്ചുകൊണ്ട് ഗവർണർക്ക് പിന്തുണ അറിയിച്ചു. വലിയ കയ്യടികൾ ഓരോ വാക്കുകളിലും
മുഴങ്ങുന്നുണ്ട്. സംഘാടകരുടെ പ്രസംഗത്തിനും ആ രീതിയിലുള്ള കയ്യടിയുണ്ട്. പുഷ്പാർച്ചന നടത്തുമ്പോൾ വലിയ രീതിയിൽ ആവേശത്തോടുകൂടി പ്രവർത്തകർ ഗവർണർക്ക് അഭിവാദ്യം അർപ്പിച്ചു. ഏതായാലും ഇവിടെ ഹാളിനുള്ളിൽ കാര്യങ്ങൾ ശാന്തമാണ്. പക്ഷെ പുറത്ത് എന്താണെന്ന കാര്യം കൂടി നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഗവർണർ ഒരു കാരണവശാലും പരിപാടി പിന്തിരിയില്ല. ആദ്യം പോലീസ് പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ഗവർണർ വരില്ല എന്നൊരു സന്ദേശം നൽകുകയായിരുന്നു പോലീസ് ചെയ്തത്. ഏതായാലും ഇപ്പോൾ ഇതിനുള്ളിൽ ഈ പരിപാടികൾ നടക്കുകയാണ്. സമാധാനപരമായി തന്നെ പരിപാടികൾ നടക്കുന്നു. ഈ ഗവർണറുടെ പരിപാടികൾ തടസ്സപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകുമ്പോൾ പോലീസ് പൂർണ്ണമായും അവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയായിരുന്നു. ഇപ്പോൾ ഇതിനുള്ളിൽ കാര്യമായ സംഘർഷമില്ല, പ്രശ്നങ്ങളില്ല. നേരത്തെ ഉണ്ടായിരുന്ന SFI പ്രവർത്തകർ അതുപോലെ തന്നെ KSU പ്രവർത്തകരെയും ഒക്കെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇവിടെ നിന്ന് മാറ്റിയിരുന്നു, പുറത്തേക്ക് കൊണ്ടുപോയിരുന്നു. പക്ഷേ ഇതിന്റെ പുറത്ത് SFI പ്രവർത്തകർ നേരത്തെയും സംഘടിച്ചിട്ടുണ്ടായിരുന്നു. പ്രവർത്തകർ വലിയ രീതിയിൽ പോലീസ് അവിടെ പോലീസ് സന്നാഹവുമായി അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുമായി പ്രവർത്തകർ ഏറ്റുമുട്ടിയിരുന്നു. അവിടുത്തെ അവസ്ഥ കൂടി നോക്കേണ്ടതുണ്ട്. ഏതായാലും ഹാളിനുള്ളിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. ഗവർണറെ സുരക്ഷിതമായി പോലീസ് അകത്തേക്ക് എത്തിച്ചു. ഒരു തരത്തിലുള്ള തടസ്സവും അദ്ദേഹത്തിന്റെ യാത്രയ്ക്കുണ്ടായില്ല. പ്രതിഷേധിക്കുന്ന പ്രവർത്തകർക്കിടയിലൂടെ തന്നെ പോലീസ് ഗവർണറെ ഹാളിനുള്ളിലേക്ക് എത്തിച്ചു. അദ്ദേഹം അല്പസമയത്തിനകം ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും, പുസ്തക പ്രകാശനം നടത്തും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ഗവർണർ വരില്ല എന്ന സൂചനകൾ പ്രവർത്തകർക്ക് നൽകി പ്രവർത്തകരെ മാറ്റാനാണ് പോലീസ് ശ്രമിച്ചത്. പക്ഷേ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോയിരുന്നില്ല. അതിനുശേഷം ഗവർണർ കടന്നുവരുന്ന പ്രധാന കവാടത്തിന് മുന്നിൽ തന്നെ വലിയ സംഘർഷമുണ്ടായി, വലിയ പ്രതിഷേധമുണ്ടായി. പ്രവർത്തകർ പോലീസുമായി ഒന്നും തള്ളുമുണ്ടായി. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് മാറ്റാൻ ശ്രമിച്ചു. ഇതിൽ KSU പ്രവർത്തകരും പ്രതിഷേധവുമായി ഇവിടെ എത്തിയിരുന്നു. ഇപ്പോഴും വലിയ പോലീസ് സന്നാഹം ഈ സർവകലാശാല ക്യാമ്പസിൽ എല്ലാ ഭാഗത്തുമുണ്ട്. ഗവർണർ പോകുന്നവരെ ശക്തമായ സുരക്ഷ ഒരുക്കാനാണ് പോലീസിന്റെ തീരുമാനം. SFI പ്രവർത്തകരും പിന്തിരിഞ്ഞു പോയിട്ടില്ല. അവർ ഈ പ്രധാന കവാടത്തിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. പ്രവർത്തകരുടെ എണ്ണം നേരത്തെക്കാൾ വർദ്ധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. വലിയ പോലീസ് സന്നാഹം അപ്പോഴും ശക്തമായ പ്രതിഷേധവുമായി SFI പ്രവർത്തകർ ഇവിടെ ഉണ്ട്. ഏതായാലും ഗവർണർ ക്യാമ്പസിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു, പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. എന്നിട്ടും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. വലിയ ഒരു അളവിൽ സന്നാഹമുണ്ട്. പ്രവർത്തകരും പോലീസുമായി വീണ്ടും ഒരു സംഘർഷത്തിന്റെ വക്കിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് നമുക്ക് പുറത്തെ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഗവർണർ കടന്നുപോയ വഴി പ്രവർത്തകർ ഈ ഭാഗത്താണ് ഇപ്പോൾ കൂടുതൽ പ്രവർത്തകരുള്ളത്. അവർ അവിടെ ഉപരോധിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ ഗവർണറെ പിൻവാതിലൂടെ കൊണ്ടുപോകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നു. കൂടുതൽ സംഘർഷാത്മകമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. SFIയുടെ ശക്തമായ പ്രതിഷേധം, ആ പ്രതിഷേധം മറികടന്നുകൊണ്ട് പോലീസ് ഗവർണറെ ഇവിടേക്ക് എത്തിയപ്പോൾ കൂടുതൽ പ്രവർത്തകർ ഉള്ളിലേക്ക് തള്ളിക്കയറി വരുന്ന ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ ആകുന്നത്. വലിയ പോലീസ് സന്നാഹമുണ്ട്. ഈ ക്യാമ്പസിന്റെ സർവകലാശാല ആസ്ഥാനത്തിന്റെ പ്രധാന കവാടം പോലീസ് ഇപ്പോൾ അടച്ചിരിക്കുന്നു. കൂടുതൽ പ്രവർത്തകർക്ക് ഇവിടേക്ക് വരാൻ കഴിയാത്ത വിധം അടച്ചിരിക്കുന്നു. പക്ഷേ ഇവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് അകത്തേക്ക് കടന്നുപോകാൻ കഴിയുന്ന സാഹചര്യമുള്ളത്. അതിന് തൊട്ടു പിന്നിൽ ഇവിടെ പ്രതിഷേധിക്കുകയാണ്. പോലീസുമായി ഇപ്പോഴും കുന്തും തള്ളും ഉണ്ട്. ഒരു കാരണവശാലും പിന്തിരിഞ്ഞു പോകില്ല എന്ന് പ്രവർത്തകർ നിലപാടെടുക്കുന്നു. സംഘർഷത്തിൽ പ്രവർത്തകർക്ക് പരിക്കേറ്റിരിക്കുന്നു. പോലീസുമായിട്ടുള്ള സംഘർഷത്തിൽ പ്രവർത്തകർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഇപ്പോഴും പോലീസും പ്രവർത്തകരുമായി ഒരു ഒന്നും തള്ളുമുണ്ട്. പിന്തിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറാകുന്നില്ല. സംഘർഷാത്മകമായ സാഹചര്യം സർവകലാശാല ആസ്ഥാനത്ത് തുടരുന്നു. സെനറ്റ് ഹാളിനുള്ളിൽ കാര്യമായ പ്രശ്നങ്ങളില്ല, സംഘർഷമില്ലെങ്കിലും പുറത്ത് SFI പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ഏതാണ്ട് അരമണിക്കൂറിലേറെയായി പോലീസ് ഉദ്യോഗസ്ഥരും പോലീസുകാരും പ്രവർത്തകരുമായി സംഘർഷാത്മകമായ സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോഴും പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകുന്നില്ല. ഗവർണറെ ഇത്തരത്തിൽ ഇവിടെ വരികയും ഗവർണർ സർവകലാശാല ആസ്ഥാനത്ത് സർവകലാശാല സിൻഡിക്കേറ്റിന്റെ രജിസ്ട്രാറുടെ നിർദ്ദേശം മറികടന്നുകൊണ്ട് ഭാരതമാതാവിന് എന്ന് പറയുന്ന ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയും അതുമായി ബന്ധപ്പെട്ട പരിപാടികളിലേക്ക് കടക്കുകയും ചെയ്തപ്പോൾ പ്രതിഷേധമാണ് ഇവിടെ SFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോഴും പ്രവർത്തകരെ പൂർണ്ണമായി നീക്കാൻ പോലീസിനായി വലിയ പോലീസ് സന്നാഹമുണ്ട്. ഒരുപക്ഷെ പ്രവർത്തകരുടെ എത്രയോ ഇരട്ടി പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. അപ്പോഴും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാവുന്ന ഇപ്പോഴും പോലീസുമായി ചർച്ചകൾ നടക്കുകയാണ്. പിന്തിരിഞ്ഞു പോകണമെന്ന അഭ്യർത്ഥന നിർദ്ദേശം പോലീസ് മുന്നോട്ട് വയ്ക്കുകയാണ്. സംഘർഷത്തിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. നേരത്തെ KSU പ്രവർത്തകർക്കും ഈ സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നു. KSU പ്രവർത്തകരെ ABP പ്രവർത്തകരെ BJP മർദ്ദിച്ചു എന്ന പരാതി അവർ ഉന്നയിച്ചപ്പോൾ SFIയുടെ നേതാക്കളുടെ പ്രതികരണം കൂടി നമുക്ക് ഇപ്പൊ പിന്നീട് പെട്ടെന്ന് കയറി ഇത് ഒരുമാതിരി നാടകങ്ങളൊക്കെ ആ ഗേറ്റ് അടക്കട്ടെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ശക്തമായ പ്രതിഷേധത്തിലാണ്. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഗവർണർക്ക് ഭരണഘടന
അത്രമേൽ അശുദ്ധമാണ്. അതായത് ഭരണഘടന കണ്ടുകൂടാ ആ നിലയിലാണ്. അല്ല, ഞങ്ങൾ പ്രതിഷേധം അറിയിക്കാനാണ്, തടയാനൊന്നും ഞങ്ങൾ തീരുമാനിച്ചില്ല, പ്രതിഷേധം അറിയിക്കാനാണ്. അതെ, നടക്കട്ടെ, പരിപാടി നടക്കുന്നുണ്ടല്ലോ. ആ പ്രതിഷേധം ഞങ്ങൾ ഇവിടെ തുടരുകയാണ്. ഞങ്ങളെ ഈ സ്വാഭാവികമായും ഗവർണർ വരുമ്പോൾ ഞങ്ങൾ തടയുകയും മറ്റാ നിലയിൽ ആദ്യഘട്ടത്തിൽ പറഞ്ഞു വരുന്നില്ലായിരുന്നു. പിന്നീട് ആരും അറിയാതെ ഒളിച്ചും പാത്തയാൾ ഓടികേറി വന്നു. ഓടിക്കരി വരുമ്പോൾ ഞങ്ങൾ ഇവിടെ പ്രതിഷേധം അറിയിച്ചു. ഞങ്ങളെ ആകെ പെട്ടെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്ര പേരേ ഉള്ളൂ. അതെ, ഞങ്ങൾ ഇവിടെ ശക്തമായി പ്രതിഷേധം അറിയിക്കും. ആ പ്രതിഷേധം അദ്ദേഹം അറിയും. അതാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലയിൽ ഈ നിലപാട് തിരുത്തുന്നവരെ ഞങ്ങൾ ഈ പ്രതിഷേധം തുടരും. സ്വാഭാവികമായി എത്തിച്ചേരും. ഗവർണർ പ്രതിഷേധം അറിയും എന്നതാണ് SFI പറയുന്നത്. ഗവർണർ പ്രതിഷേധം അറിയും, ഞങ്ങൾ ഇവിടെ തുടരും, പ്രതിഷേധം അറിയിച്ചു. ഞങ്ങൾ ആൾ എണ്ണം കുറവായിരുന്നു, എന്നിട്ടും ഗവർണർ എത്തിയപ്പോൾ പ്രതിഷേധം അറിയിച്ചു എന്നതാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും SFI പ്രവർത്തകർ അവിടെ തമ്പടിക്കുകയാണ്. ഗേറ്റിന് മുന്നിൽ പരിപാടി അകത്ത് നടക്കുന്നുണ്ട്. ഗവർണർ ഇറങ്ങുമ്പോൾ പ്രതിഷേധിക്കും എന്നതാണ് അവർ പറയുന്നത്. സർവകലാശാല ഒരു ഓട്ടോണമസ് ബോഡിയല്ലേ, അതൊക്കെ കാറ്റിപ്പറത്തിയിട്ടാണ് ഇവരൊക്കെ നിൽക്കുന്നത്. ഇവിടുത്തെ DC സ്വാഭാവികമായിട്ടും സംഘപരിവാർ താല്പര്യമുള്ള ആളാണ്. സർവകലാശാല ആസ്ഥാനത്ത് ഗവർണർ എത്തിയിരിക്കുന്നു. തീരുമാനിച്ച പുഷ്പാർച്ചന നടത്തിയിരിക്കുന്നു. ഗവർണർ ഗവർണറെ പ്രതിഷേധം അറിയിക്കും എന്നതാണ് SFI ഇപ്പോൾ അറിയിക്കുന്നത്. അവർ SFI പ്രവർത്തകർ മെയിൻ ഗേറ്റിന് മുൻവശത്ത് അവർ തമ്പടിക്കുകയാണ്. പ്രവർത്തകരുടെ എണ്ണം കൂടുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് അവർ സൂചിപ്പിക്കുന്നു. ഗവർണർ തങ്ങളുടെ പ്രതിഷേധം അറിയും. ഗവർണർ എപ്പോൾ നിലപാട് മാറ്റുന്നോ അതുവരെ പ്രതിഷേധം തുടരും എന്നതാണ് SFI ഇപ്പോൾ പറയുന്നത്. പക്ഷേ അകത്ത് വളരെ സുഗമമായി രജിസ്ട്രാർ പരിപാടി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്, അനുമതി നിഷേധിച്ചതാണ്. അതിനുശേഷവും ഇപ്പോൾ അവിടെ പരിപാടി സുഗമമായി നടക്കുന്നു. ഗവർണർ വേദിയിലുണ്ട്, പരിപാടി അവിടെ നടക്കുകയാണ്. വളരെ വലിയ മുദ്രാവാക്യം വിളികളോടെയാണ് ഗവർണറെ അവിടേക്ക് BJP പ്രവർത്തകർ സ്വീകരിച്ചത്. ശ്രീ പത്മനാഭ സേവാ സമിതിയാണ് അടിയന്തരാവസ്ഥയുടെ 50 വർഷങ്ങൾ എന്ന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അവിടേക്കാണ് ഗവർണർ എത്തിയത്. ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഗവർണറെ നിലപാട് അറിയിക്കാൻ സർക്കാർ തീരുമാനമെടുത്ത അതേ ദിവസമാണ് ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഗവർണർ അവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഔദ്യോഗിക ചിഹ്നങ്ങൾ മാത്രം മതി എന്ന് സർക്കാർ നിലപാടെടുത്ത ദിവസം കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം ഗവർണർ ഇപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. ഗവർണർ എത്തില്ല എന്ന് പോലീസ് കബളിപ്പിച്ചു. അതിനുശേഷം ഗവർണർ വന്നു എന്നതാണ് ഇപ്പോൾ SFI പ്രവർത്തകർ പറയുന്നത്. അവരോട് പോലീസ് ആശയവിനിമയം നടത്തുമ്പോൾ ഗവർണർ എത്തില്ല എന്ന് പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് അവർ അല്പം പിന്മാറിയ ഘട്ടത്തിലാണ് ഗവർണർ അവിടെ വലിയ സുരക്ഷയിൽ എത്തുകയും പരിപാടിയിലേക്ക് പങ്കെടുക്കാനായി ഹാളിനുള്ളിലേക്ക് കടന്നു പോവുകയും ചെയ്തത്. ഇപ്പോൾ പരിപാടി അവിടെ സംഘാടകർ നടത്തുന്നു. പരിപാടി സുഗമമായി നടക്കുന്നു. പുറത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയാണ്. ഗവർണർ തങ്ങളുടെ പ്രതിഷേധം അറിയും എന്ന് SFI പ്രഖ്യാപിക്കുകയാണ്. ഗവർണറെ തടയില്ല, പക്ഷേ ഗവർണർ തങ്ങളുടെ പ്രതിഷേധം അറിയും എന്നതാണ് പറയുന്നത്. VV അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് അവിടെ പ്രവർത്തകരെക്കാൾ കൂടുതൽ പോലീസ് സന്നാഹം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഗവർണറുടെ വരവും പോക്കും സുഗമമാക്കാൻ ഗവർണറുടെ സുരക്ഷയ്ക്കായി ഇപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം സർവകലാശാല ആസ്ഥാനത്ത് ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ അവിടെ തമ്പടിക്കുകയാണ്. നേരത്തെ KSU പ്രവർത്തകർ അവിടേക്ക് എത്തിയിരുന്നു. അവരെ പോലീസ് വാഹനങ്ങളിൽ അവിടെ നിന്ന് മാറ്റി. കുറച്ച് പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇനി കൂടുതൽ പ്രവർത്തകർ KSU പ്രവർത്തകരും അവിടേക്ക് എത്തുന്നോ എന്ന് അറിയില്ല. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയാണ് അവിടെ. സർക്കാർ ഇപ്പോൾ സർക്കാർ എന്തായാലും ഈ വിഷയത്തിൽ ഔദ്യോഗിക ചിഹ്നങ്ങൾ മാത്രം മതി എന്ന് തീരുമാനിക്കുകയും മന്ത്രിസഭാ യോഗം അത്തരമൊരു തീരുമാനമെടുത്ത് ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഗവർണറെ ആ നിലപാട് അറിയിക്കാൻ തീരുമാനവും എടുത്ത ദിവസം ഭാരതാംബ വിഷയത്തിൽ വലിയ ഒരു പ്രതിഷേധം വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉയരുകയാണ്. അതിൽ SFI വലിയ പ്രതിഷേധം ഉയർത്തുന്നു. ഗവർണർ തിരിച്ച് പരിപാടി കഴിഞ്ഞിറങ്ങുമ്പോൾ അവരുടെ പ്രതിഷേധം അറിയിക്കാനായി SFI പ്രവർത്തകർ കേരള സർവകലാശാല ആസ്ഥാനത്ത് മെയിൻ ഗേറ്റിന് മുന്നിൽ തമ്പടിച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സെനറ്റ് ഹാളിനുള്ളിൽ ഇപ്പോഴും പരിപാടി തുടരുകയാണ്. BJP പ്രവർത്തകർ വലിയ മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് ഗവർണറെ അവിടേക്ക് സ്വീകരിച്ചത്. ഭാരതാംബ ചിത്രം, കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രവും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ ചിത്രത്തിന് പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് പരിപാടി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ സർവകലാശാല ആസ്ഥാനത്ത് ശ്രീ പത്മനാഭ സേവാ സമിതി
സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗവർണർ ആ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. ഭാരതാംബയുടെ ചിത്രം വെച്ചുള്ള പരിപാടി, ആ ചിത്രം അവിടെ നിന്ന് മാറ്റണം എന്ന ആവശ്യം രജിസ്ട്രാർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. വിദ്യാർത്ഥി സംഘടനകൾ വലിയ പ്രതിഷേധവുമായി എത്തിയിരുന്നു. പക്ഷേ പോലീസ് പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. ഇപ്പോൾ പരിപാടി അവിടെ നടക്കുന്നുണ്ട്. ഗവർണർ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പുറത്ത് SFI പ്രവർത്തകർ തമ്പടിച്ചിട്ടുണ്ട്. ഗവർണറെ പ്രതിഷേധം അറിയിക്കാനായാണ് SFI പ്രവർത്തകർ പുറത്ത് തമ്പടിച്ചിരിക്കുന്നത്. ഇപ്പോഴും സംഘർഷ സാധ്യത പൂർണ്ണമായും അകന്നിട്ടില്ല. ഇപ്പോഴും അവിടെ ചെറിയ രീതിയിൽ സംഘർഷം നടക്കുന്നു. വിദ്യാർത്ഥികൾ അവർ പരിപാടി നടക്കുന്നിടത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്നു. അതാണ് സംഘർഷത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രവർത്തകർ SFI സംസ്ഥാന സെക്രട്ടറി തന്നെ ഇടപെട്ട് അവരെ നിയന്ത്രിക്കുന്നതുമൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. VV അരുൺ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. അരുൺ, വീണ്ടും ഒരു സംഘർഷത്തിന്റെ സാധ്യത അവിടെ ഉടലെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ SFI നേതാക്കൾ തന്നെ പ്രവർത്തകരെ നിയന്ത്രിക്കുന്നതും കാണാം. എന്താണ് സംഭവിക്കുന്നത്? പ്രവർത്തകരെ ഇവിടെ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ നേതാക്കൾ നിർദ്ദേശിക്കുന്നു. പക്ഷേ പ്രവർത്തകർ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് ഇപ്പോൾ നേതാക്കൾ തന്നെ അവരെ നിർബന്ധിച്ച് പുറത്തേക്ക് മാറ്റുകയാണ്. പ്രധാന കവാടത്തിന് പിന്നിലേക്ക് ഇവിടുന്ന് ക്യാമ്പസിന് പുറത്തേക്ക് നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ മാറ്റുകയാണ്. ഗവർണർ പിൻവാതിലിലൂടെ ഒരു പക്ഷേ അതുവഴി കടന്നു പോകാൻ സാധ്യതയുണ്ട്. കൂടുതൽ പ്രവർത്തകരുടെ തള്ളിക്കയറാനും ശ്രമിക്കുന്നുണ്ട്. പ്രവർത്തകർ പോലീസുമായി വീണ്ടും ഒരു സംഘർഷ സാഹചര്യമുണ്ടെന്ന് വേണം കരുതാൻ. അകത്ത് ഗവർണറെ പുറത്ത് ഗവർണർ പോയാൽ തടയാനുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്നത്. ഗവർണറെ പിൻവാതിലൂടെ ഇവിടേക്ക് രാജ്ഭവനിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അവരെ തടയാനുള്ള ശ്രമമാണ്, അങ്ങനെ പോയാൽ തടയാനുള്ള ശ്രമമാണ് ഇപ്പോൾ പ്രവർത്തകർ നടത്തുന്നത്. ഇപ്പോൾ ഈ പ്രധാന കവാടത്തിന് മുന്നിൽ, സർവകലാശാലയുടെ പ്രധാന കവാടത്തിന് മുന്നിൽ മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ അണിനിരക്കുന്നു. ഗവർണർ പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ പ്രതിഷേധം അറിയിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ പ്രവർത്തകർ നൽകുന്നത്. ഇവിടെ വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്കിലേക്കും കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പ്രവർത്തകർ ഇവിടെ ഈ സർവകലാശാലയുടെ പുറത്ത്, പ്രധാന കവാടത്തിന് പുറത്തിപ്പോൾ പ്രതിഷേധ സ്ഥലം മാറ്റിയിരിക്കുന്നു. നമുക്കറിയാം, വലിയ തിരക്കുള്ള സമയമാണ്. അവിടെ ഗതാഗത കുരുക്കാണ്. ഒരുപക്ഷെ ഗവർണർക്ക് പോകാൻ മറ്റേതെങ്കിലും വഴിയിലൂടെ പോലീസ് വഴിയൊരുക്കുന്നതാകാം. ഈ ഭാഗത്തിപ്പോൾ പൂർണ്ണമായും ഗതാഗത കുരുക്കായിട്ടുണ്ട്. പാളയത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടെ കുരുങ്ങുന്ന അവസ്ഥയാണ്. ജനറൽ ഹോസ്പിറ്റൽ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്കും കടന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യമാകുന്നു. ഗവർണർക്ക് മറ്റേതെങ്കിലും സുരക്ഷ വഴിയിലൂടെ രാജ്ഭവനിലേക്ക് മടക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പ്രവർത്തകരുടെ പ്രതിഷേധം ക്യാമ്പസിനുള്ളിൽ നിന്ന് പുറത്തേക്ക് റോഡിലേക്ക് മാറിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിശക്തമായ സംഘർഷാത്മകമായ അന്തരീക്ഷം തുടരുന്നു. ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നു. പ്രവർത്തകരുടെ പ്രതിഷേധം ഒരു ഭാഗത്ത് തുടരുകയും ചെയ്യുന്നുണ്ട്. പ്രവർത്തകർ ഇതുവരെയും ഇവിടെ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. നേതാക്കൾ ഇവിടെയുണ്ട്. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർ പൂർണ്ണമായും പിന്തിരിഞ്ഞു പോകാൻ തയ്യാറല്ല. സർവകലാശാല ആസ്ഥാനത്ത് ഗവർണർ വന്ന RSSന്റെ പരിപാടിയിൽ പങ്കെടുത്താൽ എങ്ങനെ പ്രതിഷേധിക്കാതിരിക്കുമെന്ന ചോദ്യമാണ് SFIയുടെ നേതാക്കൾ ചോദിക്കുന്നത്. വളരെ കൃത്യമായി സർവകലാശാല അധികൃതർ, സർവകലാശാല സെനറ്റ് ഹാളിന്റെ കസ്റ്റോഡിയൻ, രജിസ്ട്രാർ ആ ഒരു നിർദ്ദേശം, ഇവിടെ പരിപാടി നടത്താനാകില്ല നിർദ്ദേശം നൽകിയിട്ടും അത് മറികടന്നുകൊണ്ട് നടന്ന പരിപാടിയാണ്. അത് എങ്ങനെ അനുവദിക്കാനാകുന്ന ചോദ്യമാണ് SFI മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഗവർണർ വരുമ്പോൾ സുരക്ഷ ഒരുക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് പോലീസ് ശക്തമായ നടപടി ഒരുക്കിയത്. ഏതായാലും ഗവർണർ അകത്ത് സുഗമമായി കടന്നിരിക്കുന്നു. അദ്ദേഹം പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. ഇനി അദ്ദേഹം തിരിച്ചു അദ്ദേഹത്തെ സുരക്ഷിതമായി ഇവിടെ നിന്ന് മടക്കി അയക്കുകയാണ് പോലീസിനുള്ള പ്രധാന വെല്ലുവിളി. അത് പക്ഷേ മറ്റേതെങ്കിലും വാതിൽ വഴി ഗവർണർ പോയിരിക്കാം. പ്രധാന കവാടം പൂർണ്ണമായി ഇപ്പോൾ പ്രവർത്തകരും പോലീസിനെയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഗവർണർ മറ്റേതെങ്കിലും വാതിലിലൂടെ പോയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അദ്ദേഹം ഇപ്പോഴും വിവരങ്ങൾ നൽകുന്നത്. കേരള സർവകലാശാല ആസ്ഥാനത്ത് വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത നിലനിൽക്കുന്നു. പ്രവർത്തകർ ഇപ്പോഴും അവിടെ SFI പ്രവർത്തകർ തമ്പടിച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ പോലീസ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. പരിപാടി അല്പസമയത്തിനകം അവസാനിക്കും. ഗവർണർ പുറത്തേക്ക് വരും. ഗവർണർ സുഗമമായി മടങ്ങിപ്പോകുന്നു എന്നത് ഉറപ്പാക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് അവിടെ നടത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോഴും വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാതിരിക്കാൻ SFI നേതാക്കളും ഇടപെടുന്നുണ്ട്, പ്രവർത്തകരെ നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷേ ഗവർണറെ പ്രതിഷേധം അറിയിക്കുക എന്നതാണ് അവരുടെ തീരുമാനം. അതിനായി അവർ
ഗേറ്റിന് പുറത്ത് തമ്പടിച്ചിരിക്കുകയാണ്. പോലീസ് വലിയ രീതിയിൽ സുരക്ഷയും ഒരുക്കിയിരിക്കുന്നു. ഗവർണർ ഇപ്പോൾ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരാവസ്ഥയുടെ 50 വർഷങ്ങൾ എന്ന പരിപാടിയിലാണ് പങ്കെടുക്കുന്നത്. അവിടെ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചതാണ് വലിയ പ്രതിഷേധത്തിനിടയാക്കിയത്. പക്ഷേ ആ പ്രതിഷേധങ്ങളൊക്കെ അവഗണിച്ചും ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ആ പരിപാടി അവിടെ നടക്കുകയാണ്. ഗവർണർ അതിൽ പങ്കെടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം.